ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ, എൻ ഹൃദയത്തെ നിൻ ഹൃത്തടമാക്കണമേ. യേശുവേ, എൻ ഹൃദയത്തെ നിൻ ഹൃത്തടമാക്കണമേ. യേശുവേ, നിൻ സാന്നിധ്യത്തെ നിൻ സാന്നിധ്യമാക്കണമേ. യേശുവേ, എൻ സാന്നിധ്യത്തെ നിൻ സാന്നിധ്യമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. എന്റെ ആനന്ദമേ, എന്റെ സൗഭാഗ്യമേ, എന്റെ സർവസ്വമേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, എന്റെ രക്ഷയുടെ ഉറവിടമേ, എല്ലാം നന്മയാക്കി മാറ്റുന്ന സ്നേഹമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആരാധന, 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 ആരാധന. ആയിരം സൂര്യനേക്കാൾ ശോഭയുള്ളവനേ, ആദിയും അനന്തവുമായവനേ, ആരാധന. ഹല്ലേലൂയാ, ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായിരിക്കുന്നവനേ. ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിന്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയേ, നീ എന്നിൽ ജീവിക്കണമേ. ഈശോയേ, നീ എന്നിൽ സ്നേഹിക്കണമേ. ഈശോയേ, നീ എന്നിൽ പ്രാർത്ഥിക്കണമേ. ഈശോയേ, നീ എന്നിൽ വചനം പ്രഘോഷിക്കണമേ. ഈശോയേ, നീ എന്നിൽ കുരിശ് വഹിക്കണമേ. ഈശോയേ, നീ എന്നിൽ ഉദ്ധിതനാകണമേ. ഈശോയേ, നീ എന്നിൽ കുർബാനയാകണമേ.
കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയെ ഈശോയെ അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ. ഈശോയെ അങ്ങയുടെ മുഖകാന്തി അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ആമേൻ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിൽ എന്ന ഈ വചന ആരാധന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ മടിയിലിരുന്ന് ഈശോയുടെ തിരുമാറിൽ തല ചായ്ച്ച് അവിടുത്തെ തിരുമുഖം കണ്ട് അവിടുത്തെ തിരുനാമം വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഭാഗ്യ സമയത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈശോയുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് എത്ര ഭാഗ്യമാണ്. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈശോയുടെ സ്നേഹത്തിന് പകരമായി എൻ്റെ സ്നേഹവും ഈശോയുടെ സാന്നിധ്യത്തിന് പകരമായി എൻ്റെ സാന്നിധ്യവും എനിക്ക് കൊടുക്കാൻ കഴിയുന്നത് എത്ര വലിയ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചന ആരാധന ശുശ്രൂഷയിൽ ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്രകാരം നമുക്ക് ഈശോയുടെ തിരുമുഖം തുടയ്ക്കാൻ കഴിയും എന്നും, അങ്ങനെ യേശുനാമം വിളിച്ച് ഈശോയുടെ തിരുമുഖം തുടയ്ക്കുമ്പോൾ ഈശോ എപ്രകാരമാണ് നമ്മുടെ ആത്മാവിൽ തൻ്റെ തിരുമുഖം പതിപ്പിച്ച് തരുന്നത് എന്നുമാണ്. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീരുന്നു എന്ന് ചുരുക്കം. അങ്ങനെ നമ്മുടെ ജീവിതം ഈശോയുടെ ജീവിതം പോലെ ആയിത്തീരുമ്പോഴാണ് നമുക്ക് ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ സാധിക്കുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നതാണ്. അച്ഛൻ ആവർത്തിക്കട്ടെ. മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നതാണ്. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥകൾ, കുടുംബജീവിതം നയിക്കുന്ന ഒരാളായിക്കൊള്ളട്ടെ, സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരാളായിക്കൊള്ളട്ടെ, പുരോഹിതരായിക്കൊള്ളട്ടെ, സന്യസ്തരായിക്കൊള്ളട്ടെ, അൽമായരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നതാണ്. നമ്മൾ ഈ മനുഷ്യ ജീവിത യാത്രയുടെ അന്ത്യമെന്ന് പറയുന്നത് നമ്മൾ ദൈവീക ജീവനിൽ ലയിച്ചു ചേർന്ന് പരിശുദ്ധ ത്രിത്വത്തിൽ ഒന്നായിത്തീരുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ പല ജോലികൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇത് ഒരു മാർഗത്തിൻ്റെ ഭാഗമാണ്, അതൊന്നും ലക്ഷ്യമല്ല. അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ജീവിത ലക്ഷ്യമല്ല. ഒരു പുരോഹിതനാവുക എന്ന് പറയുന്നത്, ഒരു സമർപ്പിതയാവുക എന്ന് പറയുന്നത് ജീവിത ലക്ഷ്യമല്ല, അതൊരു മാർഗമാണ്. എന്തിലേക്കുള്ള മാർഗം? ഈ പരമമായ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാകണം. എന്ത് ചെയ്യുമ്പോഴും ഉണ്ടാകണം. ഭൗതിക ജീവിതത്തിൽ ഏത് പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് ഈ ചിന്തയുണ്ടാകണം. എൻ്റെ പരമമായ ലക്ഷ്യം ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു നല്ല സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ എന്നെ സഹായിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നല്ലതാണ്. അതിന് തടസ്സമായി മാറുന്നതെല്ലാം തിന്മയാണ്. അപ്പോൾ ഈ ഒരു പ്രാരംഭിക ചിന്തയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ദൈവീക ജീവനിൽ ലയിച്ചു ചേരണമെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈശോയെ പോലെ ആകണം. ഈശോയെ പോലെ ആയിത്തീരുന്നതിന് എന്തു വേണം? ഈശോയുടെ പദ്ധതികൾ നമ്മുടെ പദ്ധതികളാകണം, ഈശോയുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളാകണം, ഈശോയുടെ വികാരങ്ങൾ നമ്മുടെ വികാരങ്ങളാകണം. അപ്പോൾ ഈശോയുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിചിന്തനം ചെയ്തു. ഈശോയുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചത് കരുണ കാണിക്കണം എന്നത് ഈശോയുടെ ഒരാഗ്രഹമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്നു മുതൽ
ആരംഭിക്കുന്നത് ഈശോയുടെ മറ്റൊരു ആഗ്രഹത്തെ വിചിന്തനം ചെയ്തുകൊണ്ടാണ്. ഈശോയുടെ ഒരു ആഗ്രഹമാണ് നമ്മൾ നീതി പ്രവർത്തിക്കണം. മിക്ക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു. മിക്ക പ്രവാചകൻ 6:8 മനുഷ്യ, നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. അപ്പോൾ അതിലൊന്നാമത്തത് നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നു, മത്തായി 5:6, നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. അഷ്ടസൗഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഈശോ പറയാണ്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. അതായത് നമ്മെക്കുറിച്ച് ഈശോയുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വളരെ വ്യക്തമാണ്. നമ്മൾ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാകണമെന്ന്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഈശോയുടെ ഒരു കമാൻഡ്മെൻ്റാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈശോയുടെ ഒരു പ്രോമിസാണ്. നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ട വചനം ഒന്ന് ഏറ്റു പറയാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നീതി പ്രവർത്തിക്കുന്നവരാകുക എന്നത് നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വലിയ ഒരു സ്വപ്നമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താണ് നീതി? വാട്ട് ഈസ് റൈച്ചിയസ്നെസ്? നീതിയെക്കുറിച്ചുള്ള വ്യാഖ്യാനം എങ്ങനെയാണ്? റൈച്ചിയസ്നെസ് ഈസ് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവിക നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട്, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് നീതി എന്ന് പറയുന്നത്. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന് വേണ്ടി നിലകൊള്ളുക. ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക്, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ നിയമത്തിന് ചേർന്ന് നിൽക്കുന്നതിനെയാണ് നീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ശരി എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം ദൈവമാണ്. ഒരു ഉദാഹരണത്തിന്, യൗസേപ്പ് പിതാവിനെ നമ്മൾ നീതിമാനായിട്ടാണ് മനസ്സിലാക്കുന്നത്. യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുകയാണ്, വചനത്തിൽ പ്രഖ്യാപിക്കുകയാണ്, അവൻ നീതിമാനായിരുന്നു എന്ന്. എന്താണ് യൗസേപ്പ് പിതാവിൻ്റെ നീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നത് കൊണ്ട്, മറിയത്തെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ട് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നൊരു വചനം, എന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് യൗസേപ്പ് പിതാവിൻ്റെ രഹസ്യം എന്നൊരു ചിന്തയുണ്ട്. എന്താണ് യൗസേപ്പ് പിതാവ് രഹസ്യത്തിൽ ആക്കി വെക്കാനായിട്ട് തീരുമാനിച്ചത്? നമുക്കറിയാം, ഒരു യുവതി അവളുമായിട്ട് വിവാഹ നിശ്ചയം നടത്തി. അവളും ഒരുമിച്ച് കുറച്ച് നാളൊക്കെ താമസിച്ചു. അവൾ ഇപ്പോൾ ഇതാ ഗർഭിണിയായിരിക്കുന്നു. അവളെ എങ്ങനെ ഒരു പുരുഷൻ രഹസ്യത്തിൽ ഉപേക്ഷിക്കും? വേറെ ആരും അറിയാതെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നതാണല്ലോ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. അത് പ്രാക്ടിക്കലായിട്ട് ഇമ്പോസിബിളാണ്. എങ്ങനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അവളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുക, ആരും അതറിയാതിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അപ്പോൾ എന്താണ് പോസിബിളായിട്ടുള്ള കാര്യം? മറിയത്തിനും യൗസേപ്പ് പിതാവിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം മറിയം ഗർഭിണിയായിരിക്കുന്നത് യൗസേപ്പ് പിതാവുമായിട്ടുള്ള സഹവാസം മൂലമല്ല എന്ന രഹസ്യമാണ്. യൗസേപ്പ് പിതാവിന് ആകെ ഇനി രഹസ്യമാക്കി വെക്കാൻ കഴിയുന്ന കാര്യം, ഒരേ ഒരു കാര്യം, ഈ
കാര്യമാണ്. അതായത് തന്നിൽ നിന്നല്ല മറിയം ഗർഭിണിയായിരിക്കുന്നത് എന്ന കാര്യം. അത് രഹസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ഗർഭധാരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി യൗസേപ്പ് പിതാവിന് എങ്ങനെ മറിയത്തെ ഉപേക്ഷിക്കാൻ പറ്റും? മറിയത്തിന് ഒരു ഉപേക്ഷാപത്രം കൊടുത്താൽ മതി. ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു എന്ന ഉപേക്ഷാപത്രം കൊടുത്താൽ യൗസേപ്പ് പിതാവിന് ഉപേക്ഷിക്കാം. രഹസ്യമാക്കി വെക്കുന്നത് യൗസേപ്പ് പിതാവിൽ നിന്നല്ല കുട്ടിയുണ്ടായിരിക്കുന്നത് എന്ന കാര്യം. അപ്പോൾ ഇവിടെ ആർക്കാണ് നഷ്ടം, ആർക്കാണ് ലാഭം? യൗസേപ്പ് പിതാവിൻ്റെ ഉള്ളിലുള്ള നന്മ കൊണ്ട് ചിന്തിക്കുകയാണ്, നഷ്ടം യൗസേപ്പ് പിതാവിനാണ്. കാരണം നാളെ ആളുകൾ മുഴുവനും കല്ലെറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ പരിഹസിക്കാൻ പോകുന്നത്, നിന്ദിക്കാൻ പോകുന്നത് യൗസേപ്പ് പിതാവിനെയാണ്. കാരണം ഈ ഒരു യുവതിയെ ഗർഭിണിയാക്കുകയും അവളെ ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു നീചൻ, ഒരു ദുഷ്ടൻ എന്ന രീതിയിൽ എല്ലാവരും യൗസേപ്പ് പിതാവിനെ നിന്ദിക്കാനും പരിഹസിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ആർക്കാണ് ലാഭം? മറിയത്തിനാണ് ലാഭം. മറിയം എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കപ്പെടും. ഇതാണ് മറിയത്തിൻ്റെ ലാഭം. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് ഇപ്രകാരം ഒരു പ്രോജക്റ്റും തയ്യാറാക്കിക്കൊണ്ട്, അതായത് മനുഷ്യൻ്റെ കണ്ണിൽ എത്ര വലിയ ത്യാഗമാണ്, സ്വയം അപരം ചെയ്ത തെറ്റ് സ്വയം ഏറ്റെടുത്ത് അതിൻ്റെ ശിക്ഷ ഞാൻ വഹിച്ചുകൊള്ളാം എന്ന് പറയുന്ന ആ വലിയ ഒരു ത്യാഗമനോഭാവം. മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവൻ ഈശോ ഏറ്റെടുത്തതുപോലെ മറിയത്തിൻ്റെ തെറ്റ് സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന യൗസേപ്പ് പിതാവിന് ഈശോയുടെ മുഖമാണ്. പക്ഷേ ഈ പ്രോജക്റ്റുമായി പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, ദൈവം യൗസേപ്പ് പിതാവിനോട് പറയുകയാണ്, സന്ദേശം കൊടുക്കുകയാണ്, നിന്റെ പദ്ധതികളല്ല നടപ്പിലാകേണ്ടത്, നീ ചിന്തിക്കുന്നത് പോലെയല്ല നിയമം നടപ്പാക്കേണ്ടത്. എങ്ങനെയാണ് നിയമം നടപ്പാക്കേണ്ടത്? ഞാൻ പറയുന്നത് പോലെയാണ്. എന്താണത്? നീ പോയി മറിയത്തെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ബാഹ്യമായി പറഞ്ഞാൽ അത് ഒരു നിയമലംഘനമാണ്. തിന്മ ചെയ്ത, പാപം ചെയ്തു എന്ന് യൗസേപ്പ് പിതാവിന് ബോധ്യമുള്ള മറിയത്തെ നിയമത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് നിയമപരമായി ശരിയായിട്ടുള്ള കാര്യം. പക്ഷെ അതിന് പകരം അവളെ ഭാര്യയായി സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു നിയമലംഘനം യൗസേപ്പ് പിതാവ് നടത്താൻ ദൈവം ആവശ്യപ്പെടുന്നു. യൗസേപ്പ് പിതാവ് അത് ചെയ്യുന്നു. ഇവിടെ എങ്ങനെയാണ് യൗസേപ്പ് പിതാവ് നീതിമാനാകുന്നത്? ഹി ഹാസ് എ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരിയായ ഒരു നിലപാട്, ദൈവത്തിൻ്റെ നിലപാടോട് ചേർന്ന് നിലപാടെടുക്കുന്നതിനെയാണ് നീതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മൾ നീതിമാന്മാരാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ നിയമങ്ങൾ ഏറ്റെടുക്കുന്നവരായി മാറുക എന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നമ്മൾ നീതിമാന്മാരാകണം എന്നുള്ളതാണ്. ആ ആഗ്രഹം നമ്മൾ ഏറ്റെടുക്കുകയും നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുകയുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു നീതിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരമടിച്ച് പാടാം. ഷാരോൺ താഴ്വര തന്നിൽ നിന്നും യേശു വിളിക്കുന്നു, എന്നെ യേശു വിളിക്കുന്നു.
ശാരോൻ താഴ്വര തന്നിൽ നിന്നും യേശു വിളിക്കുന്നു, എന്നെ യേശു വിളിക്കുന്നു. ഷാരോൺ താഴ്വര തന്നിൽ നിന്നും യേശു വിളിക്കുന്നു, എന്നെ യേശു വിളിക്കുന്നു. ശാരോൻ താഴ്വര തന്നിൽ നിന്നും യേശു വിളിക്കുന്നു, എന്നെ യേശു വിളിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ. കരമടിച്ച നിന്നവസാന അത്താഴവേദിയിൽ നീ പകുത്തു നൽകിയ ജീവിതം, എന്നോടെ മർത്യ ജീവനെ നന്മയായി മാറ്റുന്ന വൻ കൃപ. നിന്നവസാന താഴവേദിയിൽ നീ പകുത്തു നൽകിയ ജീവിതം, എന്നോടെ മർത്യ ജീവനെ നന്മയായി മാറ്റുന്നവൻ കൃപ. യേശുവേ, 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 യേശുവേ. എല്ലാവരും ഒരുമിച്ച് പാടാം. യേശുവേ, 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 യേശുവേ. നമുക്ക് മുട്ടുകുത്താം. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഒരനുഗ്രഹമാക്കി നമ്മെ മാറ്റുകയാണ്. നമ്മെ കണ്ടുമുട്ടുന്നവർ, നമ്മളുമായിട്ട് ഇടപെടുന്നവർ, നമ്മളുമായിട്ട് സംസാരിക്കുന്നവർക്കൊക്കെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരഭിഷേകം, ഒരു ആശീർവാദം അവിടെ നിന്ന് ഇപ്പോൾ നൽകുകയാണ്. വേദന അനുഭവിക്കുന്ന എല്ലാവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ ആശീർവാദം സ്വീകരിക്കാം. ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരെയും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കർത്താവിൻ്റെ അപരിമേയമായ സ്നേഹം, കരുണ, നീതി നമ്മളിലേക്ക് ഇപ്പോൾ പെയ്തിറങ്ങട്ടെ. ഇരുകരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈശോ
ഈശോയേ